ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ പാകിസ്ഥാന്റെ നുണകൾ, ആ നുണ ബോംബുകൾ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്തു നിന്ന് അത് അവിടുത്തെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സൈനിക തലവന്മാരും എല്ലാം പൊട്ടിക്കുന്നു. അത് പൊട്ടിച്ചത് വീണ്ടും എടുത്ത് ഒന്നുകൂടി പൊട്ടിക്കാൻ ഇന്ത്യയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ആ ഒരു വീരവാദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വീരവാദം പൊളിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ന് യഥാർത്ഥത്തിൽ രാവിലെ ചെയ്തത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അതോടൊപ്പം തന്നെ രൺധീർ ജയ്സ്വാളിനെ കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. പാക് ഹൈക്കമ്മീഷണറിൽ നിന്ന് എപ്പോഴാണ് ഈ ഫസ്റ്റ് കോൾ വന്നത് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറിൽ നിന്ന് മെയ് 10-ാം തീയതി എന്ന് പറയുന്നതിന് ഉള്ള പ്രത്യേകത, മെയ് 10-ാം തീയതി പുലർച്ചെയാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, വ്യോമതാവളങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടമായ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം നടന്നത് 10-ാം തീയതി 3 മണിക്കൂർ നേരം തുടർച്ചയായാണ്. അന്ന് ഉച്ചയ്ക്ക് 12:30 പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യത്തെ കോൾ വരുന്നത്. ആ കോൾ വന്നു. അതിനുശേഷമുള്ള കമ്മ്യൂണിക്കേഷനിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇന്ത്യയുടെ DGMO അവൈലബിൾ ആയ 3:35 പാകിസ്ഥാൻ DGMO അടുത്ത കോൾ നടത്തുന്നത്. അതുവരെയും ഡൊണാൾഡ് ട്രംപിന്റെയോ അമേരിക്കയുടെയോ ഒന്നും ഒരു അവകാശവാദവും നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ്.